ശാരിക, താങ്കൾ പുറത്താകുന്ന സമയത്ത് അവിടുന്ന് രേണുസുതി എന്നുള്ള മറ്റൊരു കണ്ടസ്റ്റന്റ് അവിടുന്ന് പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ രേണുസുതിയാണോ താങ്കൾക്ക് ആ വീട്ടിൽ പ്രിയപ്പെട്ട ഒരാൾ? തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ഒരാൾ. ബിക്കോസ് ഷീസ് എ ജെന്യുവൻ പേഴ്സൺ. അവര് നന്നായിട്ട് കളിക്കാനായിട്ട് വന്നതാണ്. പക്ഷെ ഷീസ് മെന്റലി ഡൗൺ ആയി പോയി. ഷീസ് വെരി ഡൗൺ ആണ്. അവര് പലവട്ടം അവിടുത്തെ കണ്ടസ്റ്റൻസിനോട് പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യൂ, എന്നെ ഇവരെ നീ എന്നോട് പറയും നീ പോകണ്ട, എനിക്ക് പോകണം. ബിക്കോസ് അത് വേറൊന്നും കൊണ്ടല്ല, അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അവിടെ. അത് ഞാൻ ആദ്യം വിചാരിച്ച ഗെയിം സ്ട്രാറ്റജി എന്നാണ്. പക്ഷെ അല്ല, പുള്ളിക്കാരത്തി മെന്റലി ഡൗൺ ആണ്. സൈക്കാട്രിസ്റ്റിന്റെ സഹായമൊക്കെ തേടിയൊന്ന് കുട്ടിയൊന്നും എനിക്ക് അറിയില്ല. ഷീസ് വെരി ജെന്യുവൻ പേഴ്സൺ. അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വളരെ നല്ലൊരു വ്യക്തിയാണെന്നാണ് ആസ് എ പേഴ്സൺ എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരാളുടെ ഓറ നമുക്ക് കിട്ടുമല്ലോ. എത്ര അഭിനയിച്ചാലും ബിഗ് ബോസ് വന്ന് അങ്ങനെ ആർക്കും അഭിനയിക്കാനൊന്നും പറ്റില്ല. അത് അവിടെ വീഴും. അത് കൂടി വന്ന ഒരു 5 days അല്ലെങ്കിൽ 4 days ഒക്കെ പറ്റുള്ളൂ. ഈ പ്രശ്നം കൂടെ ആകുമ്പോൾ തകർന്ന് വീഴും. എനിക്ക് തോന്നുന്നു ഇതായിരിക്കണം രേണുവിന്റെ യഥാർത്ഥ മുഖം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ ബിഗ് ബോസിൽ നിന്ന് ഒരാൾ പുറത്തു പോകുമ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസ് കാണിക്കുന്ന ആ ഒരു ഇമോഷണൽ അത് അത് യഥാർത്ഥമാണോ? അത് ഫേക്ക് അല്ലേ ശരിക്കും? കാരണം ഒരാൾ പോകുമ്പോൾ നമ്മൾ മറ്റൊരാൾ ചിന്തിക്കുന്നത് എന്താണ്, എനിക്ക് കുറച്ചും കൂടെ ചാൻസ് കിട്ടിയെന്നല്ലേ? അത് യഥാർത്ഥമാണോ? അത് ഇല്ല. ഞാൻ അങ്ങനെ രേണു കരഞ്ഞത് ഫേക്ക് ആണെന്ന് ഞാൻ രേണു എന്നല്ല, ഞാൻ മൊത്തത്തിലാണ് ചോദിച്ചത്. മൊത്തത്തിൽ ഫേക്ക് ഉണ്ട്, നല്ല ഫേക്ക് ഉണ്ട്. കാരണം എന്നെ നോമിനേറ്റ് ചെയ്തവരുടെ പേരുകൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഞാനും പലരും നോമിനേറ്റ് ചെയ്തു. അപ്പൊ അവര് പോകുമ്പോൾ ഉള്ളിൽ തീർച്ചയായിട്ടും നമുക്കൊരു ആനന്ദം ഉണ്ടല്ലോ. പിന്നെ കാണിക്കുന്ന ഡ്രാമയാണ് അവിടെ. അത് തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ ഒരു നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും ലവ്ഷിപ്പ് ഉണ്ടാക്കാനും ഒന്നും അല്ല അങ്ങോട്ട് പോകുന്നത്. എനിവേ, എന്നാലും നമുക്കൊരു കംഫർട്ട് സോണോ അല്ലെങ്കിൽ ഒരാളോട് നമുക്കൊന്നും പറയത്തില്ല. എനിക്ക് തോന്നുന്നു പുറത്തെ ക്രൂവിനോട് പറയുന്നത്ര വിശ്വാസം പോലും ഇല്ല നമുക്ക് ഈ പറയപ്പെടുന്ന അകത്തുള്ള മെമ്പേഴ്സിനോട് പറയാം. അത്രയും ഭീകരന്മാരായിരുന്നു അവിടെ. എന്തിനും നമ്മളെ ഏത് വശത്ത്. എനിക്ക് ബാക്ക് സ്റ്റാബിങ് കുറെ കിട്ടിയ ആളാണ്. അതുകൊണ്ടാണ് ഞാൻ 2 വള്ളത്തിൽ ചവിട്ടിയെന്നും മോന്തെന്നും പിന്നെന്താണ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നൊക്കെ പേര് എനിക്ക് വന്നത്. അത് അവിടെ ബാക്ക് സ്റ്റാബേഴ്സ് ഉള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി അവിടെ ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഞാനൊരു രേണുസുതിയും പിന്നെ എന്റെ മനസ്സിൽ 1-2 വ്യക്തികൾ അവരൊഴിച്ചാൽ ഞാൻ പോയതോർത്ത് സന്തോഷിക്കുന്നവരാണ് അവിടെ ബഹുഭൂരിപക്ഷം ആൾക്കാർ. അതുകൊണ്ടാണല്ലോ എന്നെ നോമിനേറ്റ് ചെയ്ത് ഔട്ടാക്കിയത്. ഈ രേണുസുതിയുമായിട്ട് പുറത്തു നിന്ന് ഇപ്പോൾ ഈ ഹോട്ട് സീറ്റിൽ തന്നെ ഇരുന്ന് വലിയ ബഹളം ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ നിങ്ങൾ രണ്ടാളും ആ ഒരു റിയാലിറ്റി ഷോയിൽ കാണുമ്പോൾ പ്രേക്ഷകർ വിചാരിക്കുന്നത് വലിയ അടി നടക്കുമെന്നാണ്. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. അതെന്തായിരിക്കും? ഞാൻ ബിഗ് ബോസ് അവിടെ ചെന്ന് ഹോട്ട് സീറ്റ് ഒരു എന്താ പറയുന്നത്, ഒരു ഒരു ഷോ ആണ്. അവിടെ നമ്മൾ ഗസ്റ്റിനെ പൊരിക്കാൻ എന്റെ പ്രൊഫഷൻ ചെയ്യിപ്പിക്കാൻ ഏതറ്റം വരെ ഞാൻ പോകും. അത് പക്ഷേ ഗസ്റ്റിന്റെ പെർമിഷനോട് കൂടിയാണ് ചെയ്യുന്നത്. എന്താണെന്ന് അവരോട് പറയില്ല. പക്ഷെ അവര് പൊരിയപ്പെടാം. രേണുസുതി കൃത്യമായിട്ട് എനിക്ക് മറുപടി തന്ന ആളാണ് എല്ലാ ചോദ്യങ്ങൾക്കും. അവരവിടെ പേടിച്ചില്ല. അതുകൊണ്ടാവണം ആ ഷോ ഹിറ്റ് അടിച്ചത്. അതിനർത്ഥം ഞാൻ ഹോസ്റ്റും ഗസ്റ്റുമായിട്ട് അവിടെ അടിയുണ്ട്, പേഴ്സണൽ വെൻഡറ്റ് ഉണ്ടെന്നല്ല. ഞാൻ അവരെ പേഴ്സണലി അതിനുശേഷം ഔട്ട് ഓഫ് ദ ഷോ ഞാൻ മനസ്സിലാക്കിയതാണ് അവരൊരു ജെന്യുവൻ പേഴ്സൺ ആണ്. ഷീസ് ആൻ ഹാർഡ് വർക്കിംഗ് ലേഡി. അവരെ ഇത്രയും ചീത്തയും തെറിയും വിളിക്കുന്നതിനോട് ആസ് എ വുമൺ എന്ന നിലയിൽ ഞാൻ എതിർക്കുന്ന ഒരാളാണ്. കാരണം അവരൊരു സിംഗിൾ ലേഡിയാണ്, ഒരു വിഡോ ആണ്. അതിന്റെ പരിഗണനയൊന്നും കൊടുത്തില്ലെങ്കിലും ഒരു അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരുടെയും വീട്ടിൽ മറ്റേ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടും കടം ചോദിച്ചു പോകുന്ന ഒരാളല്ല. അവരുടെ ഷോ ഇഷ്ടപ്പെടാത്തവർ കാണണ്ട എന്ന് ചിന്തി അവരെ എന്റെ ചാനലിലൂടെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ബിഗ് ബോസ് ആവശ്യപ്പെടുന്നത് എന്താണ്? ഫേക്ക് ആകാനല്ല, എന്നോട് റിയൽ ആകാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ റിയൽ ആയി. എനിക്ക് റിയൽ ആവാനേ പറ്റുള്ളൂ. ഞാൻ റിയൽ ശാരികയായിട്ടാണ് റിയൽ രേണുസുതിയുടെ മിണ്ടിയെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ജനങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചത് എന്റെ തെറ്റല്ല. തീർച്ചയായും 2 ആഴ്ചകളിൽ താങ്കൾ പുറത്തു പോകേണ്ട സാഹചര്യം വന്നു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പുറത്തു പോകേണ്ടി വന്നതെന്നാണ് അതെ ശാരിക സ്വയം വിചാരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും പ്രേക്ഷകരുടെ വോട്ട് കുറഞ്ഞത്? ഞാനിപ്പോ ഇന്നലെ തന്നെ ഒരു ഫംഗ്ഷൻ ഇവിടുന്ന് പോയി വീട്ടിൽ നിന്ന്. 1000 ആൾക്കാരാണ് എന്റെ അടുക്കെ വന്നിട്ട് എന്നോട് പറഞ്ഞത്, നിങ്ങളും പോകേണ്ട ഒരാളായിരുന്നു, നല്ലൊരു വ്യക്തിയായിരുന്നു, നല്ലൊരു കണ്ടസ്റ്റന്റ്, നിങ്ങളെക്കാളും മുൻപ് പോകേണ്ട മരവാഴകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ആ പ്രേക്ഷകർ മുഴുവൻ എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ തന്നെ ശരിക്കും ഞെട്ടി. ഞാനും കുറച്ചൊക്കെ ചിന്തിച്ചു, പ്രേക്ഷകർക്ക് എന്നെ ഇഷ്ടമല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും പ്രേക്ഷകർ എന്നെ വോട്ട് തരാഞ്ഞെന്ന്. പിന്നെ എനിക്ക് ഈ നാട്ടിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ബിഗ് ബോസ് ഒന്നും കാണുന്നില്ലേ, ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹമൊന്നും ബിഗ് ബോസ് കണ്ടില്ലേ, അവരെന്റെ സപ്പോർട്ട് നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ എന്താണ് അവിടെ കാണിച്ചു കൂട്ടിയത്? സത്യത്തിൽ ഞാൻ പോകുന്നതിന് മുൻപായിട്ട് പോകേണ്ട പലരും അവിടെ ഉണ്ട്. ഫസ്റ്റ് വീക്കിൽ നോമിനേഷൻ എന്തിനാണ് എന്നെ കൊണ്ട് ഇട്ടതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അപ്പോഴും ഞാൻ നോമിനേഷൻ വരുന്നതിൽ അഭിമാനിക്കുന്നു. എല്ലാ വീക്കും നോമിനേഷൻ വരണമെന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അപ്പോഴും ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത്. ബിക്കോസ് ഞാൻ അവിടെ കളിക്കുന്നത് എന്റെ എല്ലാ പോയിന്റും, ഞാൻ പറയുന്ന പല കാര്യങ്ങളും കണ്ടസ്റ്റൻസിന്റെ അടുക്കൽ എത്തിയില്ലെങ്കിലും നാട്ടിലെത്തുമെന്ന് എനിക്കറിയാം. ഐ മീൻ ഔട്ട്സൈഡ് എത്തുമെന്ന് എനിക്കറിയാം. കാരണം അതിനാണല്ലോ 72 ക്യാമറ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന്റെ കുറവ് കൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതോ അവിടെ എന്തെങ്കിലും ഇനിയൊരു പി ആർ വർക്കുകൾ ഉണ്ടാവുമെന്ന് പലയിടത്തുനിന്ന് പലരും പറയുന്നുണ്ട്. അതായത് ജെന്യുവിൻ, അത് എല്ലാ സീസണിലും ഞാൻ കേട്ടിട്ടുള്ള
ആയിട്ടുള്ള ഒരു ആവശ്യമാണ്. എനിക്ക് ബിഗ് ബോസിനോട് ഒറ്റ കാര്യം പറയാം, ഏഷ്യാനെറ്റിനോടും. വേറൊന്നുമല്ല, നിങ്ങൾ വർക്ക് സെലിബ്രിറ്റീസിനെയോ അല്ലെങ്കിൽ ആരെയും നിങ്ങൾ അടുത്ത സീസണിലേക്ക് എടുക്കുമ്പോൾ അവരുടെ ഒരു ബാക്ക് നിങ്ങൾ തപ്പണം. എന്നിട്ട് ജെന്യൂൻ ആയിട്ട് കളിക്കുന്ന ആൾക്കാരെ നിർത്തുക. അവർ കളിക്കട്ടെ, അവർക്ക് സ്പേസ് കൊടുക്കൂ. എന്തിനാണ് PR വെച്ച് മരപ്പാടുകളെയും മരവാഴകളെയും അതിനകത്ത് നിർത്തിയിരിക്കുന്നത്? അത് മാത്രമേ എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളൂ. ശരി, അപ്പോൾ എന്റെ സ്വാഭാവികമായ അടുത്ത ചോദ്യം, ആരാണ് അതിൽ ഒട്ടും ഈ ഈ ഈ ഘട്ടം വരെ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് തുടരാൻ ഒട്ടും യോഗ്യതയില്ല എന്ന് ശാരിക കരുതുന്നത് ആരൊക്കെയാണ്? രേണുസുതിക്ക് കളിക്കാൻ പറ്റില്ല. രേണുസുതി തീർച്ചയായിട്ടും പോകേണ്ട ഒരാളാണ്. അത് മരവാഴ എന്നൊന്നും ഞാൻ അവരെ പറയില്ല. അവർക്ക് വയ്യ. അതുകൊണ്ടാണ് അവർക്ക് വയ്യ. പിന്നെ ഞാൻ കരുതിയിരുന്നത് ശൈത്യയാണ്. ശൈത്യ തീർച്ചയായിട്ടും നല്ല ടാലന്റ് ആയിട്ടുള്ള കുട്ടിയാണ്. പക്ഷെ അത് എടുക്കേണ്ട സമയത്ത് ശൈത്യക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. സംതിങ് ഹോണ്ടിങ് ഹെർ എന്നാണ് ഞാൻ ചിന്തിക്കുക. അവർ എന്തൊക്കെയോ അലട്ടുന്നുണ്ട്. അവര് നിന്നാൽ പക്ഷെ ഒരു ഗെയിം ആവുമ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. എല്ലായിടത്തും മിണ്ടാൻ ചെന്നില്ലെങ്കിൽ അവർക്ക് അതിനുള്ള ടാലന്റ് ഉണ്ട്, പക്ഷെ അവരത് പുറത്തെടുക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. സോ അവരെ ഞാൻ മരവാഴ എന്ന് വിളിക്കില്ല. പക്ഷെ ഷീസ് സംടൈംസ് ഓൾമോസ്റ്റ് സൈലന്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ദെൻ പിന്നെ ഡിസിപ്ലിൻ ഇല്ലാത്ത, അതായത് തറ വർത്തമാനങ്ങൾ പറയുന്ന, ഭാഷകൾ വളരെ മോശമായി. അതായത് ഇതൊരു ഫാമിലി ഷോ ആണ്. ഈ ഫാമിലി ഷോയിൽ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയോട് ബഹുമാനം കാണിക്കണം. നമ്മൾ തെറി പറയുന്നെങ്കിൽ നമ്മൾ അതിലൊരു ബഹുമാനം കണ്ടെത്തണം. അതിൽ ഭാഷ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മലയാളം സീസൺ ആണിത്. സോ എന്തുകൊണ്ടാണ് ഒനിലിനെ തീർച്ചയായിട്ടും പുറത്താക്കേണ്ട ഒരാളാണ്. അദ്ദേഹം ജെന്റിൽമാൻ ആണെന്ന് ഫേക്ക് കളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, അവരുടെ പ്രായം ഇവിടെ കണ്ട, അവൾ നല്ല ടാലന്റ് ആയിട്ടുള്ള കുട്ടിയാണ്. അവളോട് എന്തിന് ഇങ്ങനത്തെ മ്ലേച്ഛകരമായ ഭാഷ ഉപയോഗിച്ചു എന്ന് എനിക്കൊന്നും അറിയാം. എന്തുകൊണ്ട് അയാൾക്കെതിരെ ജനങ്ങൾ വോട്ട് ചെയ്തില്ല? അയാൾ ഒട്ടും യോഗ്യനല്ല അവിടെ നിൽക്കാനായിട്ട്. ആൻഡ് ദ ഗായകൻ അക്ബർ, ലാലേട്ടൻ വന്ന് അദ്ദേഹത്തിന്റെ ഉമ്മയെ കൊണ്ട് വിളിപ്പിക്കുന്നവരെയും ഏറ്റവും ചീഞ്ഞ വർത്താനങ്ങൾ പറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഗായകനാണ്. ഗായകർക്ക് നമ്മൾ കൊടുക്കുന്ന, മലയാളികൾ കൊടുക്കുന്ന റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ അങ്ക വെച്ചിരിക്കാറ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് സാധാരണക്കാരനായ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കലാകാരൻ ആരാണെന്ന് ചോദിച്ചാൽ സിനിമാ നടൻ കഴിഞ്ഞാൽ ഗായകനാണ്. ഒരുപക്ഷെ അതുക്കും മേലെ. അതുകൊണ്ടാണ് ഇത്രയും ഗായകന്മാർ നമ്മുടെ നാട്ടിൽ വളരുന്നത്. അങ്ങനെ ഒരു അപ്കമിങ് ഗായകനായ അക്ബർ ഇത്രയും മ്ലേച്ഛകരമായ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടും അങ്ങേർക്ക് പണിഷ്മെന്റ് കൊടുക്കാതെ, അങ്ങനെയാണ് അവിടെ ആദ്യം എടുത്ത് ഡയറക്റ്റ് എവിക്ഷനിൽ പോകേണ്ട ആളാണ് അക്ബർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയും മ്ലേച്ഛകരമായി സംസാരിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ ഇവരൊക്കെ അക്ബർ, ഒനീല്, രേണു ആൻഡ് ശൈത്യ, ഇത്രയും പേരൊക്കെ അവിടെ നിൽക്കണം. പിന്നെ അനിമോളാണെങ്കിൽ സീരിയൽ ആണെന്നാണ് അനിമോൾ അത് വെച്ചിരിക്കുന്നത്. സീരിയൽ, ബിഗ് ബോസ് സീരിയൽ 1 എന്ന രീതിയിലാണ് അനിമോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അനിമോൾ അഭിനയിക്കുവാണോ ജീവിക്കുവാണോ എന്ന് എനിക്ക് ഇന്ന് വരെ പിടികിട്ടിട്ടില്ല. പക്ഷെ എന്നെ ഉപദ്രവിക്കാനൊന്നും അനിമോൾ വന്നിട്ടില്ലെങ്കിലും ഞാൻ എല്ലാവരെയും നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്റെ പേഴ്സണൽ വെൻഡറ്റ വെച്ചിട്ടല്ല, എന്റെ പേഴ്സണൽ വൈരാഗ്യം കൊണ്ടല്ല. എനിക്ക് ആരോടും ഒരു പേഴ്സണൽ വൈരാഗ്യമില്ല. പക്ഷെ ഞാൻ അവരുടെ ഗെയിം നോക്കിയിട്ടാണ്. പക്ഷെ മിക്കവരും എന്നെ അല്ലെങ്കിൽ പോലും, എന്റെ നോമിനേഷൻ പൊക്കോട്ടെ, അതെന്തോ ആയിക്കോട്ടെ, മറ്റുള്ളവരെ ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കിട്ട് പണി കൊടുക്കുന്നതായിട്ടാണ്. പണി സീസൺ ആണെങ്കിൽ പോലും ഗെയിമിന്റെ ബേസിലാണ് പണി കൊടുക്കേണ്ടത്. നമുക്ക് ഇഷ്ടമല്ലാത്തത് പറഞ്ഞു എന്ന് വെച്ചിട്ട് പണി കൊടുക്കുന്നത് ഒരു നീതിയല്ല. അതുകൊണ്ടാണ് അവിടെ മിക്കവരും നിൽക്കേണ്ടത്. ഇപ്പൊ ബിൻസി പോയതിനെ കുറിച്ച് എനിക്ക് അങ്ങനെയാണ് പറയാനുള്ളത്. അങ്ങനെ കഴിവുള്ളവർ പോവുകയും കഴിവില്ലാത്തവർ നിൽക്കുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞവരൊക്കെ അങ്ങനെയുള്ള മരവാഴകളാണ് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ ആരാണ് അവിടെ ഇപ്പൊ നിൽക്കുന്നതിൽ ഇനി തുടരാൻ അല്ലെങ്കിൽ ആദ്യത്തെ 5-ലെത്തുമെന്ന് താങ്കൾ കരുതുന്നത് ആരൊക്കെയാണ്? ആരാണ് യോഗ്യതയുള്ള മത്സരാർത്ഥി ഇപ്പോൾ നിൽക്കുന്നതിൽ? ഇപ്പൊ നിൽക്കുന്നതില് സത്യത്തിൽ പറഞ്ഞ ബിഗ് ബോസിന് സെലക്ഷൻ തെറ്റിപ്പോയി. കുറെ അധികം നല്ല ആൾക്കാർ പുറത്തിപ്പോഴും നിൽപ്പുണ്ട്. വൈൽഡ് കാർഡ് എൻഡിൽ കുറച്ച് ആൾക്കാർ കയറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവര് കൂടെ വരട്ടെ. എങ്കിൽ ഇപ്പൊ നിൽക്കുന്നതില് നല്ല ഗെയിമർ ആയിട്ടുള്ള, എന്നാൽ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ ഉള്ള ഒരു മനുതൻ എനിക്ക് തോന്നിയിട്ടുള്ള മിസ്റ്റർ അനീഷാണ്. അദ്ദേഹം കോമണർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സെലിബ്രിറ്റികളൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത്. ബിഗ് ബോസ് പറഞ്ഞാൽ എല്ലാ റൂള് അയാൾ അവിടെ അനുസരിച്ചിട്ടുണ്ട്. അയാൾ കൃത്യമായിട്ട് കളിക്കുന്നുണ്ട്. അയാളുടെ പുറകെ ചൊറിഞ്ഞു ഒരു കണ്ടന്റും ഇല്ലാത്തത് കൊണ്ടാണ് അയാളുടെ പുറകെ ഉമാര് ചൊറിഞ്ഞു ചെല്ലുന്നത്. അവിടുത്തെ പുരുഷ കേസരികളും സ്ത്രീ കേസരികളും എല്ലാം ചെല്ലുന്നത് അങ്ങനെയാണ്. അപ്പൊ അനീഷിനെ മാത്രമേ. പിന്നെ ഡോക്ടർ ബിന്നി കുഴപ്പമില്ല. പക്ഷെ ബിന്നി സംടൈംസ് ബിന്നിക്ക് ഒരു പവർ കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിന്നിക്ക് ഇമോഷണലി ഡൗൺ ആകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിന്നിയുടെ സൗണ്ടുകൾ, ഒരുപക്ഷെ ബിന്നിയുടെ ആ ഒരു സൗണ്ട് അത്രയും അവിടെ ഇച്ചിരി ബാസ് വേണം, സൗണ്ട് എടുക്കണം, ഇല്ലെന്ന് ഞാൻ പറയും, അത്യാവശ്യം വേണം. അപ്പൊ അത് ചിലപ്പോഴൊക്കെ ബിന്നി പറയുന്ന പല കാര്യങ്ങളും അവിടെ ഉയർന്ന് കേൾക്കുന്നില്ല. വൃത്തി മാത്രമല്ലല്ലോ ബിഗ് ബോസിൽ വേണ്ടത്, ബാക്കി നമ്മുടെ നിലപാടുകൾ അറിയിക്കണ്ടേ. അപ്പോൾ നിലപാടുകളുള്ള ആളാണ് ബിന്നി. പക്ഷെ ചിലപ്പോഴൊക്കെയും അത് എവിടേക്കോ അനിസ്പ്രേ ആയി പോകുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോപ്പ് 1 വരുന്നതെന്ന് ഞാനിപ്പോ പ്രതീക്ഷിക്കുന്ന ഒരാൾ അനീഷ് മാത്രമേ ഉള്ളൂ. അനീഷ് മാത്രമേ അതിന് യോഗ്യതയുള്ളൂ. ശരി, ഇപ്പോൾ മുൻ സീസണിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഈ സീസണിൽ കുറച്ച് ബഹളം കൂടുതലാണെന്ന് ഞങ്ങൾ പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട്. അത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണോ ഈ ബഹളം? കാരണം ബഹളം വെച്ച് സ്പേസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടോ അവിടെ? ഉറപ്പായിട്ടും. അതായത് ഒരു കാര്യമില്ലാത്ത, മുളക് കിട്ടിയില്ല, തക്കാളി കിട്ടിയില്ല, അങ്ങോട്ട് നടന്നപ്പോ ചെരുപ്പിന്റെ സൗണ്ട് കേട്ടു, ഇങ്ങോട്ട് നടന്നപ്പോ നോക്കി, അങ്ങോട്ട് നോക്കിയപ്പോ ചിരിച്ചു കാണിച്ചു, ഇതൊക്കെയാണ് അവിടെ. അതാണ് സത്യത്തിൽ ഞാനൊക്കെ അവിടെ മൗനിയായി പോയത് ചില പോയിന്റിലെങ്കിലും. ബിക്കോസ് ഇതാണോ നമ്മളൊരു ഗെയിമിൽ വന്ന് കാണിക്കേണ്ടത്? ഗെയിം സ്പേസ് മീൻസ് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തും കാണിക്കുക, അങ്ങനെ ഫാമിലി ഓഡിയൻസിന് ഇറിറ്റേറ്റ് ചെയ്യുക.
കോമണർ ആയിട്ട് നന്നായിട്ട് കളിക്കുന്ന ഒരാളുടെ ഗെയിം സ്ട്രാറ്റജി മനസ്സിലാക്കാതെ അയാളെ ചുമ്മാ എന്ന് കുരച്ചുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. എങ്കിലും അത് തന്നെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ ബഹളം വെച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ ഈ 3 വീക്സിൽ പുറത്തുനിന്ന് ഒരാളോട് ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം ചോദിച്ചത് എന്റെ പെർഫോമൻസിനെ കുറിച്ചല്ല, നിങ്ങൾക്ക് എന്താണ് BB7 കുറിച്ച് തോന്നിയത്? വെറും ബോറായിട്ടാണ് തോന്നുന്നത്, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് BBയുടെ കുഴപ്പമാണ്. ബിഗ് ബോസ് വളരെ കാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ വഴക്ക് പറയുന്നുണ്ട്. ഏഷ്യനെറ്റ് നല്ല സപ്പോർട്ടാണ്. എല്ലാവരും അതിന്റെ ക്രൂ എല്ലാവർക്കും നമുക്ക് എല്ലാ മെഡിക്കൽ സംഭവങ്ങളെല്ലാം തരുന്നുണ്ട്. ഗെയിം കളിക്കണം. അവിടെ ഗെയിം കളിക്കാതെ എന്തിനൊക്കെയോ വേണ്ടി കിടന്ന് തിളയ്ക്കുന്ന സാമ്പാറുകളെ പോലെ കാണിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു സെലക്ഷനിൽ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള കുഴപ്പം സംഭവിച്ചു. ഇങ്ങനത്തെ ഒരു ടീമിനെ ആയിരുന്നില്ല ഈ സീസണിൽ ഇറക്കുന്നത്. നല്ല ഗംഭീര വാക്മൂർച്ചയൊക്കെ ഉള്ള പൊളിയായിട്ടുള്ള അടിപൊളി ആൾക്കാരെയായിരുന്നു ഇറക്കേണ്ടിയിരിക്കുന്നത്. വൈൽഡ് കാർഡിൽ കുറച്ചുപേരെ ഇറക്കട്ടെ. സീസൺ നന്നാവണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ പങ്കെടുത്തൊരു സീസൺ ആണല്ലോ. അതുകൊണ്ട് ബിഗ് ബോസ് BB നല്ല രീതിയിൽ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്തു, ഏഷ്യനെറ്റ് സപ്പോർട്ട് ചെയ്തു. അവരൊന്നും നമുക്കൊന്നും പറയാനില്ല. പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ പാവകൾ സംഭവിച്ചതാണ് എനിക്ക് പേഴ്സണലി ഇറങ്ങി കഴിഞ്ഞപ്പോഴും അവിടെ നിന്നപ്പോഴും തോന്നിയത്. ശരി, ഈ ഡാർക്ക് റൂം അനുഭവം അതെങ്ങനെയുണ്ടായിരുന്നു ശരിക? എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിനങ്ങൾ, അല്ല ബിഗ് ബോസ് ദിനങ്ങളിലെ ഏറ്റവും മനോഹരമായ ദിനങ്ങളാണ്. സീരീസിൽ നമ്മൾ പേടിച്ച് വിറച്ചാണ് ഡാർക്ക് റൂമിലേക്ക് പോയത്. പക്ഷെ ബിഗ് ബോസ് നമ്മളെ ഞെട്ടിച്ചു. 7ന്റെ പണി കിട്ടുമെന്ന് വിചാരിച്ചാണ് പോയെങ്കിലും നമ്മുടെ ഭക്ഷണത്തിലായാലും നമുക്ക് തന്ന സൗകര്യങ്ങളിലായാലും ഫാന്റാസ്റ്റിക്, അതായത് ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി നമുക്ക് തന്നു, നമ്മളെ ട്രീറ്റ് ചെയ്തു. പക്ഷെ അപ്പൊ ഒരു കുഴപ്പമുണ്ട്, അവിടെ നമ്മളെ കൊല്ലാനാണോ ഇദ്ദേഹം ഇത് തരുന്നതെന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. ഒനിയിൽ ആ ചിന്ത ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ല. പക്ഷെ അത് വളരെ മനോഹരമായിട്ടുള്ള വ്യത്യസ്തമായ അനുഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനിയൊരു മിഡ് വീക്ക് സസ്പെൻഷൻ ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അതൊരു വ്യത്യസ്തമായിട്ടുള്ള ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ വ്യത്യസ്തമായിട്ടൊരു സംഭവമായിരുന്നു. വളരെ നല്ലതായിരുന്നു. തീർച്ചയായും. ചെറിയ വാക്കുകളിൽ ഒരു കാര്യം കൂടി, ഈ കലാഭവൻ സരികയുമായിട്ട് ഈ ഹോട്ട് സീറ്റിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ നല്ല തരത്തിൽ താങ്കളെ വേദനിപ്പിച്ചായിരുന്നു? കുറച്ച്, വേറൊന്നും കൊണ്ടല്ല. ഞാനത് വളരെ മാന്യമായിട്ട് വളരെ അന്തസ്സോടുകൂടി ചെയ്തൊരു പ്രോഗ്രാമാണ് അവിടെ ഇൻസൈഡ് ദ ബിഗ് ബോസ്. അവരും വളരെ എൻജോയ് ചെയ്തിട്ട് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് ഒരു ഡ്രാമ ഇറക്കി. അത് എനിക്ക് ഡ്രാമ ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നീട് ബിന്നി വന്ന് എന്നെ കൺവിൻസ് ചെയ്തു. പിന്നെ ഇവർ കരയുന്നു. ഒരാള് എന്റെ ഹോട്ട് സീറ്റിൽ ആരും ഇരുന്ന് കരഞ്ഞിട്ടില്ല. എന്റെ ഹോട്ട് സീറ്റിൽ എന്നോട് കടപിടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രമേ വന്നിരുന്നിട്ടുള്ളൂ. അത് അത്യാവശ്യം ധൈര്യമുള്ളവരെ വന്നിരുന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ അവർ ഇറങ്ങിപ്പോവും. സരിക അതൊന്നും ചെയ്തിട്ടില്ല. സരികയ്ക്ക് പിന്നീടാണ് സരിക പറയുന്നത്, സരിക എന്റെ പ്രോഗ്രാംസ് ഒന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ഇങ്ങനെ ആയിരുന്നു ഹോട്ട് സീറ്റ് എന്ന് അറിയില്ല. അപ്പൊ അവര് പറയുന്ന റീസൺ അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവരുടെ അച്ഛൻ, അമ്മ, അവരുടെ മകൻ, ഞാൻ അവരെ കുറിച്ച് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതുകൊണ്ട് അവരത് ഷോയ്ക്കപ്പുറം അത് പിന്നെ ജനങ്ങളിലേക്ക് ഏത് തരത്തിൽ എത്തുമെന്നൊരു ഭയം അവർക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എത്തിയാൽ അത് എന്നെ വിഷമിപ്പിച്ചു. ബിക്കോസ് നമ്മൾ മൂലം ഒരാളുടെ ജീവിതം, എനിക്ക് ഷോയേക്കാൾ അപ്പുറം, അപ്പൊ ഞാൻ നീതിയാണ് ന്യായമാണ് ചിന്തിച്ചത്. ഞാൻ ചെയ്തത് അന്യായമാണെന്ന് ഞാൻ ഇപ്പോഴും പറയില്ല. അത് ലാലേട്ടൻ ലോകത്തോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഷോയാണ് ഞാൻ അവിടെ ചെയ്തത്. ഞാൻ ഇന്നും അതിൽ വെള്ളം ചേർത്തിട്ടില്ല. പക്ഷെ ഞാൻ സരികയുടെ വിഷമം കൊണ്ടത് മാത്രമാണ് അവരോട് സോറി പറഞ്ഞത്. അല്ലാതെ ഞാൻ ഷോയെ ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവർക്കത് വിഷമമായെങ്കിൽ, അവരുടെ ഫാമിലി അത് വിഷമിച്ചെങ്കിൽ ഡയറക്റ്റ് മാപ്പ് പറയാൻ ഞാൻ തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് സങ്കടം വന്നത്. ഞാൻ ചെയ്യാത്ത ഒരു കാര്യം എന്നിൽ അടിച്ചേൽപ്പിച്ച പോലെ എനിക്കൊരു ഫീൽ ചെയ്തു. ഞാൻ ഇന്റൻഷ്യലി അല്ല അവരെ ചെയ്തത്, ഒരു ഷോയ്ക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പൊ അത് നിർബന്ധപൂർവ്വം അതൊരു വേറൊരു തലത്തിലേക്ക് അവിടുത്തെ ഈ പറയപ്പെടുന്ന മറ്റേ വിഷങ്ങൾ ചെയ്തുകൊണ്ടാണ് അത് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ദാറ്റ്സ് ഇറ്റ്. ശരിക്കും ഒറ്റ വാക്കിൽ ഒരു ഉത്തരം, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് എത്ര ദിവസം നിൽക്കുമെന്നായിരുന്നു പ്രതീക്ഷ? 100 ദിവസം നിൽക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. മിനിമം ഒരു 50 ദിവസമെങ്കിലും നിൽക്കുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷെ ചെന്ന് കഴിഞ്ഞ് 1ാമത്തെ ദിവസം തന്നെ മനസ്സിലായി ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, എന്തും സംഭവിക്കുമെന്ന്, 7ന്റെ പണി കിട്ടുമെന്ന്.